നമസ്കാരം. ഗതാഗത വാർത്തകൾ. വാഹന അപകടങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തുന്നതിനും തുടർ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുമായി സംസ്ഥാനത്ത് പോസ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. മൊബൈൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് ബസ് ഓടിച്ചു എന്ന യാത്രക്കാരന്റെ പരാതിയിൽ KSRTC ഡ്രൈവർ അഭിജിത്തിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO K ദിലുവിന്റേതാണ് നടപടി. പൊതുജനങ്ങൾക്ക് ഗതാഗത നിയമലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുന്നതിനായി ഓരോ ജില്ലയിലെയും RTOമാരുടെ വാട്സാപ്പ് നമ്പറുകൾ MVD സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രസിദ്ധീകരിച്ചു. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെയും വിവരങ്ങൾ ഈ വാട്സാപ്പ് നമ്പറുകളിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സന്ദേശങ്ങളായി പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായി വാഹനം ഓടിച്ചെത്തിയ യുവതിക്ക് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തി. ലൈസൻസ് നേടാത്ത വ്യക്തിക്ക് വാഹനം നൽകിയതിന് വാഹന ഉടമയായ ഭർത്താവിനും പിഴ ചുമത്തിയിട്ടുണ്ട്. തുടർച്ചയായി ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിനും അപകടകരമായി വാഹനം ഓടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരായ 2 പേർ മരിക്കാനിടയായ സംഭവത്തിലും 3 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ചേർത്തല ജോയിന്റ് RTO ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പോലീസ് ഡിപ്പാർട്ട്മെന്റും മോട്ടോർ വാഹന വകുപ്പും ഗതാഗത നിയമലംഘനങ്ങൾക്ക് നൽകുന്ന ഈ ചലാനുകളുടെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സന്ദേശങ്ങൾക്കൊപ്പം ഒരു APK ഫയലും കാണപ്പെടുന്നുണ്ട്. അവ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി പൊതുജനങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ചോർത്തപ്പെടുന്നു. ആയതിനാൽ അത്തരം വ്യാജ സന്ദേശങ്ങളെ കുറിച്ച് പൊതുസമൂഹം ബോധവാന്മാരായിരിക്കേണ്ടതാണ്. മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും വാട്സ്ആപ്പ് സന്ദേശങ്ങളായി ഈ ചലാനുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്നില്ല എന്നും അറിയിക്കുന്നു. കൂടാതെ മോട്ടോർ വെഹിക്കിൾസ് ഡോക്യുമെന്റ് ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ മാത്രമേ ഈ ചലാനുകളുടെ പിഴ ഒടുക്കാവൂ എന്ന് MVD സൊസൈറ്റി എന്ന പേരിൽ മറ്റൊരു സംഘവും വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ കേരളത്തിൽ ഒരിടത്തും ആരംഭിച്ചിട്ടില്ലാത്തതാണ്. ഈ ചലാനുകളിൽ സുരക്ഷിതമായി പിഴ ഒടുക്കുന്നതിന് e-chalan.parivahan.gov.in എന്ന വെബ്സൈറ്റ്, M-പരിവാഹൻ ആപ്ലിക്കേഷൻ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി സർക്കാർ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളുടെ സേവനവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാർത്തകൾ വീണ്ടും അടുത്ത തവണ.